ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളിതാ റെഡി ആയിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങുവാണ്. ഞങ്ങളിന്ന് ഫ്ലൈയിങ് ബാക്ക് ടു ലണ്ടൻ. അതെ, അപ്പം ഏർലി മോർണിംഗ് 4 o'clock ഫ്ലൈറ്റ്. ഇപ്പം അറൗണ്ട് ഒരു 10 o'clock ആയി. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ട്രിവാൻഡ്രത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു എല്ലാവരുമായിട്ട് ചെറുതായിട്ടൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പോകാമെന്നുള്ള പ്ലാനിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഹേർട്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 3 weeks എന്താ പറയുക, ഒരു ഓൾമോസ്റ്റ് ഒരു 2 months ഉണ്ടായിരുന്ന ഫീല്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് സ്പെൻഡ് ചെയ്ത് ഒരു ഭയങ്കര ഈ 3 weeks എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടായിരുന്നൊരു ഫീലാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്. ഷാനും സെയിം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇമോഷണലാണ്. ഇസുവിന് ഇപ്പോൾ മനസ്സിലായി, ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇപ്പം ഇസുവിന് മനസ്സിലായി. ഇസു കുറച്ച് ഇങ്ങനെ എനിക്ക് അവൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫീലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നെ വിളിച്ച്. അപ്പോൾ ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഹോളിഡേ ആയിരുന്നു 3 weeks. ഇനി നാളെ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ ലണ്ടനിലെത്തും, ലണ്ടൻ ടൈമിൽ. പിന്നെ മറ്റന്നാൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ലണ്ടൻ മലയാള ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് കേട്ടോ. ട്രിവാൻഡ്രം ടു ഹീത്രോ ആണ്. അബുദാബിയിൽ ലേ ഓവറുണ്ട്. ഒരു മണിക്കൂറേ ലേ ഓവറുള്ളൂ. സോ നമ്മൾ പെട്ടെന്ന് അങ്ങ് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. നോക്കട്ടെ, ഇസുവിനെ കാണിച്ചു. ഇസു എവിടെ? ഇസു എവിടെ പോവാ? എവിടെ പോവാ പറ? എവിടെ പോവാ? ബാക്ക് ടു UK എന്ന് പറ. ബാക്ക് ടു UK. ഇങ്ങോട്ട് നോക്ക്. ബൈ പറ. ഉപ്പാടുത്ത് ബൈ പറ. ബൈ ഉപ്പാടുത്ത് പറ. ഒരു ഹഗ് കൊടുക്കൂ. ഉപ്പാക്ക് ഒരു ഹഗ് കൊടുക്കോ? പെട്ടെന്ന് വരാന്ന് പറ. ഇത് പെട്ടെന്ന് എയർലൈനിൽ ജോലി കയറിയിട്ട് നമ്മൾ എല്ലാ മാസവും വരുമെന്ന് പറ. ഇത് ഇറങ്ങാൻ നേരത്ത് ഉമ്മ പറഞ്ഞതാരാ? ഇത് കഴിക്കുന്ന ആരാ? എടാ 4-5 എടുത്ത് വെച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് കേക്ക് ആക്രാന്തത്തോടു കൂടി കഴിക്കുന്ന ഷാനി. അവിടെ ചെന്ന് ഇനി ഷാനി എന്താ സ്റ്റാറാ? ബൈ ബൈ ഹോം പറ. ബൈ ബൈ പറ. ഹോം ബൈ ബൈ പറ. ബൈ ബൈ സീ യു പറ. ഞങ്ങളെല്ലാവരും കൂടെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ലാസ്റ്റ് നമ്മൾ പോകുന്നതിന് മുന്നേ നല്ല അടിപൊളിയൊരു ഡിന്നർ കഴിക്കണം ഇന്ന് എന്നുള്ള പ്രതീക്ഷയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ പെട്ടെന്ന് ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് വാപ്പ ഡിന്നർ കഴിച്ചിട്ടില്ല എന്നുള്ളത്. വാപ്പക്ക് ഒരു 10 o'clock ആകുമ്പോഴത്തേന് മെഡിസിൻ കഴിക്കണം. മെഡിസിൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡിന്നർ കഴിച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു 1-2-3 ഷോപ്പ് കയറി. അവിടെയൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളൊരു ചിക്കൻ ഷോപ്പ് കണ്ടു, ബ്രോസ്റ്റഡ് ചിക്കൻ്റെ. അങ്ങനെ അവിടെ നമ്മളിതാ കയറി ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യുവാണ്. അപ്പോൾ ഇസു അവിടെ ഒരു അക്വേറിയത്തിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷസിനെയൊക്കെ കണ്ടിട്ട് അവൾ ആഷിക്കിനെയും കൊണ്ടുപോയി അതിൻ്റെ അടുത്ത് ഫുള്ള് നോക്കി കളിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഇമോഷണലാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ആഷിക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷിക്കിന് വളരെ കുറച്ച് സമയം ഇസുവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മാക്സിമം അവനുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തി ഞങ്ങൾ എറണാകുളത്ത് പോയി നിന്നു. പിന്നെ അവൻ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അങ്ങനെയൊക്കെ കുറച്ച് കിട്ടി. പിന്നെ അവൻ അല്ലാണ്ട് വീക്കെൻഡ്സ് വരുന്നതല്ലാതെ അവനൊരു
ഒരു ഫുൾ സ്ട്രെച്ചായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇസുമായിട്ട് കിട്ടിയില്ല. അതിൻ്റെ വിഷമം അവന് നന്നായിട്ടുണ്ട്. പിന്നെ അതാ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ഉമ്മ ഓൾസോ. വാപ്പ കാറിലിരിക്കുകയാണ് കേട്ടോ. വാപ്പക്ക് രാത്രിയിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വാപ്പ അടുത്ത് കാറിൽ തന്നെ ഞങ്ങൾ ബായിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതാ പോവാനൊക്കെ ആയിട്ടുള്ള ഇതിൽ. ഇസു നല്ല ഉറക്കമാണ്. ഇസു അടിപൊളിയായിട്ട് ഉറങ്ങി ഡിന്നർ കഴിഞ്ഞിട്ട്. അതൊക്കെ ഞാൻ പെട്ടെന്ന് യാത്ര ഇസു ഈ സമയത്ത് അവൾ ഉറക്കം. ഇനി അവളെ കുത്തിയാലോ അവള് അല്ല അവള് കയറിയപ്പോ കുഴപ്പമില്ലായിരുന്നു. ചെക്കിൻ കഴിഞ്ഞ് ഇവിടെ വന്ന് കണ്ടപ്പോ ഇങ്ങനെയാണോ ചാടിപ്പോയി. ഞാനോട് 2 മിനിറ്റ് എടുത്തില്ല. ഓക്കെ ഞാൻ പോകുന്ന ഞാൻ പെട്ടെന്ന് കയറി. അത് വെയിറ്റ് എത്രയുണ്ട് വെയിറ്റ് ഇത്? നമ്മൾ എവിടെ പോവാ? എവിടെ പോവാ? വീട്ടിൽ പോവാ? ബാക്ക് ടു ലണ്ടൻ? നമ്മമ്മ എവിടെ? ആറ്റിക്കൊച്ചായ ഉപ്പായോ? ഡ്യൂട്ടിയാ ഇതിന് നല്ല ഉറക്കം വന്നിരിക്കണം കേട്ടോ. ഇപ്പോൾ റിയലൈസായിട്ട് കുറച്ച് നേരമായിട്ട് ഓക്കെ നമ്മളാക്കി പോകുന്നത് വേറെ ആരും ഡ്രോപ്പ് ചെയ്യാൻ വന്നതെന്നുള്ള ഫീലായിരുന്നു. ഓമായി ആശിക്കൊച്ചായി നോക്കിയാലോ? ആശിക്കേ വിളിക്കും. ആശിക്കേ എവിടെ? ആശിക്ക് നോക്കാം അങ്ങോട്ട് നോക്ക്. അങ്ങനെയുണ്ടോ? എവിടെ ആശിക്കേ? ആശിക്കേന്ന് വിളിക്കൂ. ഉറക്കെ വിളി. ഇവിടെ ഒരാൾ നടന്നിറങ്ങിയതാ അങ്ങോട്ട് പോവുക കൊച്ചായ കാണാനെന്ന് പറഞ്ഞിട്ട്. വീഡിയോ കോൾ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് ഷാനും എടുത്തോണ്ട് വന്ന്. ആശിക്കേ ഇതാ വീഡിയോ കോളിൽ വരും. ഷാനു ഇസു ഇതാ ഫോണിൽ വിളിക്കും. ഫോണിൽ ഞങ്ങളങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു. ചെക്കിങ്ങും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ഇവിടെ ഗേറ്റിൽ വന്നിട്ടിരിക്കുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇസുവും ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണെന്ന് എനിക്ക് ഇന്നാണ് എനിക്കങ്ങനെ തോന്നിയിരുന്നത്. പക്ഷേ കുറച്ചും കൂടി എവിഡൻ്റ് ആയത് ഇന്നാണ് കേട്ടോ. എന്താ പറയുക, പിന്നെ കുട്ടികളെല്ലാം ആയിട്ട് പെട്ടെന്ന് അഡോപ്റ്റ് ആവുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ നാളെ ചെന്നിട്ട് ഡ്യൂട്ടിക്ക് കയറണം. അതായത് നമ്മൾ എത്തിയിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ ലെറ്റ്സ് സീ എന്താവുമെന്ന്. വലിയ ആൾക്കാർക്ക് അത് അഡോപ്റ്റ് ചെയ്യാനാണ് ടൈം എടുക്കുന്നത്. കുട്ടികളത് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊന്നും ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ഇവിടെ ഓക്കെ ആവും. പക്ഷെ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ ആ ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട്. ചെറിയൊരു ടൈം എടുക്കും. കുറച്ച് ദിവസം 1-2 ദിവസം വീട്ടിലും നമ്മൾ പറയുമായിരുന്നു പാടായിരിക്കും ഇനിയിപ്പം ആഷിക്ക് നാളെ തിരിച്ചു പോകും. ഉമ്മായും പാപ്പായും മാത്രമായിരിക്കും വീട്ടിൽ. ദാറ്റ്സ് ലൈഫ് അങ്ങനെയാണല്ലോ. എയർപോർട്ടിൽ നല്ല ചേഞ്ച് കേട്ടോ. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡിപ്പാർച്ചർ സെക്ഷനിലും അതുപോലെ ട്രിവാൻഡ്രം എയർപോർട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതായത് ക്ലീൻനെസ്സിൻ്റെ കാര്യമാണെങ്കിലും ഈ ബേബി റൂമിൻ്റെ കാര്യമാണെങ്കിലും മൊത്തത്തിൽ ഒരു നൈസ് ഫീലാണ് കേട്ടോ. ലോഞ്ചൊക്കെ ഞാൻ ഇപ്പോൾ പുതിയൊരു ലോഞ്ച് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ട്രിവാൻഡ്രം എയർപോർട്ട് എനിക്കൊന്ന് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല അടിപൊളി. പക്ഷേ ചെറിയ എയർപോർട്ടാണല്ലോ, പക്ഷെ നല്ല രസമായിട്ടുണ്ട് ഇപ്പോൾ എയർപോർട്ട്. ഇസ് പാമ്പിയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. പാമ്പി ചേഞ്ച് ചെയ്തോ ഇസ?
എന്നെ പറ്റി കുഞ്ഞി എവിടെ പോവാ? ഇജ ഇങ്ങ് വാ. ആ ഇസുവിൻ്റെ മെമ്മറിയിൽ കീപ്പ് ചെയ്യാനായിട്ട് ഇസുവിന് ഓർമ്മയുണ്ടാവുമായിരിക്കും അല്ലേ ഇസുവിൻ്റെ ഈ ഹോളിഡേ 3 വീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഒരു 1.5 month 2 monthിൻ്റെ അത്രയും ഡ്യൂറേഷൻ ഫീൽ ചെയ്തു. അത്രത്തോളം ബാക്ക് ടു ബാക്ക് ഞങ്ങൾക്ക് പ്ലാൻസ് ആയിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും എന്താണ് ഒരുപാട് ആൾക്കാരെ കണ്ട്, ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒരുപാട് പേര് വിസിറ്റ് ചെയ്തു, നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തു ഇസുവിന് വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ ചെറുതിലെ ഒരുപാട് ആൾക്കാരായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് എന്താണ് അങ്ങനെ ബോട്ടപ്പ് ചെയ്ത ആളാണ് കേട്ടോ ഞാൻ. അപ്പം ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. നമ്മളിപ്പോൾ ലണ്ടനിലായതുകൊണ്ട് അത് പാടാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഉള്ളിൽ എന്താണ് ഭയങ്കര ആഗ്രഹമാണ് ഇസു അതുപോലെ എല്ലാവരെയും കണക്റ്റഡ് മീൻസ് എല്ലാവരെയും ഇങ്ങനെ ആ ഒരു ഫാമിലി വാല്യൂസും റിലേഷൻ വാല്യൂസൊക്കെ അറിഞ്ഞ് വളരണമെന്ന്. അപ്പോൾ അതിനുള്ള മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കാറുണ്ട്. ഇനി വെലച്ചി എങ്ങനെയാവുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇസുവിന് എല്ലാ ആൾക്കാരെയും മീറ്റ് ചെയ്യാൻ, പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ, അവരോട് സംസാരിക്കാൻ ഇസുവിന് ഭയങ്കര ഇഷ്ടമല്ലേ? എല്ലാം മനസ്സിലായി പൊന്ന. ഇസുവിന് ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാണുന്ന ആ ബേബീനെ. ഇത് അതുമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാ, കമ്മ ബേബിയൊക്കെ പറഞ്ഞിട്ട്. അതിന് ഐസിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. 3 വീക്സായി ഐസിനെ കണ്ടിട്ട്. എക്സൈറ്റഡ് മീൻസ് അവിടെ കണ്ടോളാൻ വയ്യ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. പിന്നെ ഐസും കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു എന്താണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഉമ്മ ആണെങ്കിലേ ഒരു ഗിഫ്റ്റ് പോലൊരു സാധനം തന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞ് അങ്ങ് ചെന്നിട്ട് നോക്കിയാൽ മതി, ഫോട്ടോസാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും അത് കാണാൻ കുറച്ച് എക്സൈറ്റഡ്. അപ്പോൾ കുറച്ച് സമയമുണ്ട്, നമുക്കിനി ഒരു മണിക്കൂറുണ്ട്. ഗേറ്റിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണല്ലോ. ലെറ്റ്സി എന്താണെന്നുള്ളതൊന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. നമ്മൾ വന്ന നാട്ടിലെ കുറച്ച് ഫോട്ടോസൊക്കെ ആവും. ഒരു ആൽബം പോലെ ചെയ്തയാട്ടോ, ചെറിയ ബുക്ക്. പക്ഷെ ഭയങ്കര രസമുണ്ട്, ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള. നൈസ്. ഓ നമ്മൾ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് നമ്മൾ ഇത് ഇതിവിടെ വാഗമൺ പോയതല്ലേ, പൈൻ ഫോറസ്റ്റ്. ഇസു ഇത് നമ്മൾ ചട്നി മാമി ഫുഡ് കഴിക്കാൻ പോകും, ബ്രേക്ക്ഫാസ്റ്റ് പോയത് പാപ്പായും. പാപ്പ ചിരിക്കുന്നത്. നമ്മൾ മറ്റേ ഇതിന് പോയത്, ഓഫ് റോഡ് പോയില്ലേ, അത് ഇത് നമ്മൾ മറ്റേ കാപ്പിൽ പോയതല്ലേ വന്നതിൻ്റെ പിറ്റേന്ന്. അതെ, ഇത് കാപ്പിൽ പോയപ്പോൾ എടുത്തേ ഫസ്റ്റ് എടുക്കുന്ന ഫോട്ടോസ് ഇതാ ഇപ്പോൾ വന്നിട്ട്. ഇത് നമ്മൾ എറണാകുളത്ത്, ഇത് മറ്റേ മിഞ്ചിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ചെടുത്ത്. ഇസുവിൻ്റെ ഫേവറേറ്റാണ് ആന, എലിഫൻറ്റ്. മിഞ്ചി ഇസു, ഇതാ ഇസു. ഇതും നല്ല രസമുണ്ടല്ലേ. മിഞ്ചി ഇസു. ഓ ഇതാ ഫുൾ ഇസു ആണല്ലോ. ഓ നല്ല രസമാണല്ലോ. ഇത് ഉമ്മ ചെയ്തതാണോ ചേച്ചി? ബാക്കിയിരിക്കുന്നത് ഐസിനെയും നിർത്തി വാപ്പായ റോഫും. ഞാൻ ശരിക്കും ഇതുപോലെ ഒരെണ്ണം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യിച്ച് വെക്കാറുണ്ട് കേട്ടോ, ഫോട്ടോസ് എടുത്തിട്ട്. അപ്പോൾ ആൽബമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. ഓ ബട്ട് നൈസ്, നല്ല രസമുണ്ട്. മിസ് ഇത് കണ്ടോ? ഇതാരാ? മിസ്സു ഇതാരാ? ഇതാരൊക്കെയാ? ഇതാരാ? ഇതാരാ? ഇതാ
അയ്യോ അതിൽ റൗഫ് കൊച്ചയില്ലേ? റൗഫ് കൊച്ച കാണിച്ച ഇതാരാ ഇതാരാ ഇതാ എലിഫന്റ്. ഇതാരാ? റൗഫ് കൊച്ച എവിടെ? ഇതാരാ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോളിഡേ? കുറേ നാളെടുത്ത പോലെ ഉണ്ടല്ലേ. കുറേ നാള് വന്നപ്പം മുതൽ നിലത്ത് നിന്നിട്ടില്ല. അത് വേറെ കാര്യം. അത് ഞാൻ ശരിക്കും പറയാമല്ലോ, ബാക്ക് ടു ബാക്ക് പ്ലാൻസ് മീൻസ് ഒരു ദിവസം ഉറങ്ങണമെങ്കിൽ നമുക്ക് വീക്കെൻഡ് നമുക്ക് കിട്ടി ഉറങ്ങാറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെയാണ് ഉറങ്ങി തീർക്കേണ്ട മീൻസ് ഒരു ദിവസം റെസ്റ്റ് അങ്ങനെയല്ല. ആകെ കൂടി നമുക്ക് 3 വീക്സാണ് ഉള്ളത്. ആ 3 വീക്സ് മാക്സിമം എൻജോയ് ചെയ്യുക, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്ലാൻ മീൻസ് എന്തെങ്കിലും ഒന്നെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങുക. ഷാനുവിനാണെങ്കിൽ കിടന്നുറങ്ങണം, അങ്ങനെയല്ലേ മനസ്സിൽ. എനിക്ക് ഉറങ്ങണമെന്ന് വീട്ടിൽ കുറച്ച് നാൾ പീസ്ഫുള്ളായിട്ട് നിൽക്കണമെന്നും പറഞ്ഞിട്ടുള്ള പ്ലാനിലൊക്കെയാണ് വന്നത്. പക്ഷെ വീട്ടിൽ നിന്നിട്ടില്ലല്ലേ. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് വീട്ടുകാരെയും കൊണ്ടുള്ള കറക്കം തന്നെയായിരുന്നു. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. മീൻസ് എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം എനിക്കിങ്ങനെ കുറച്ച് സമയമല്ലേ നമുക്ക് കിട്ടുന്നത്. ആ സമയം മാക്സിമം ക്വാളിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യുക, കിടന്നുറങ്ങാതെ. മീൻസ് എനിക്ക് ഉറക്കം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഇൻറ്റൻഷനലി അത് ചെയ്യാത്തതാണ്. അങ്ങനെ ചെയ്താൽ ഞാൻ നന്നായിട്ട് ഉറങ്ങും. പക്ഷേ അതുകൊണ്ട് ശരിക്കും മെമ്മറീസ് ഉണ്ട്. നല്ല രസമല്ലായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 19 ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും 20 ദിവസം 22 പിന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്താണ് റൗഫും മിഞ്ചിയും അവർ ഹോളിഡേ ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് അല്ലേ 2 വീക്സിലത്തേക്ക് അവർ വന്ന്. അത് ഭയങ്കര, അത് സ്പെഷ്യലി നമുക്ക് വേണ്ടിയല്ല, അത് നമുക്കറിയാം, അത് ഇസുവിന് വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര സത്യമില്ല, അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ. കുറേ നാളായി. കാരണം ഇസു ഇസു നോക്കുക നമ്മളെന്താ പറയുന്നതെന്ന്. അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അവർ 2 വീക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 1 വീക്ക് ഞങ്ങളെന്താ തിരിച്ചു പോകുന്നു. വീട്ടിൽ പാപ്പായും ഉമ്മായും മാത്രം. നോക്കട്ടെ. പിന്നെ പാപ്പാക്ക് ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അല്ലേ? അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും ബാക്കി കാര്യങ്ങളാണ് എല്ലാവർക്കും. തന്നെ പാപ്പാക്ക് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും അതും സംബന്ധിച്ചുള്ള ചെറിയ വിഷമം. അതെ, പാർക്കിൻസൺസ് ആണ് പാപ്പാക്ക്. എത്ര വർഷമായി? 10-11 വർഷമായില്ലേ? 15 വർഷം ആവും അല്ലേ? 15 വർഷത്തോളമായി. അപ്പം എന്താണ്, പക്ഷെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ കണ്ടു കാണും, ഫ്രീസ് ആവും. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോട്ടർ തനിയെ തന്നെ. അപ്പോൾ പാപ്പയുടെ കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാ പാപ്പ തന്നെയാണ് ചെയ്യുന്നത്. പാപ്പ അതുകൊണ്ട് ലോങ് ട്രാവലൊന്നും ചെയ്യൂല കേട്ടോ. ഇപ്രാവശ്യം ഇസുവിന് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെയൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ട്രാവലൊക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ പാപ്പ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണാത്ത പാപ്പ എന്താണ്, നമ്മൾ പാർക്കിങ്ങിൽ പാപ്പായ കാറിൽ തന്നെ ഇരുത്തിയിരിക്കുക. അപ്പം സമയം ഓൾമോസ്റ്റ് 12 o'clock ആയി. അപ്പോൾ കറക്റ്റ് മരുന്നൊക്കെ എടുത്ത് ഉറങ്ങുന്നത്. എന്നിട്ട് പാപ്പ വന്നതാണ് എയർപോർട്ടിലോട്ട്. അപ്പം ആ സമയത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, ഈ അസുഖത്തിൻ്റെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും. അങ്ങനെ വാപ്പ എന്താണ് കാറിലിരിക്കുമായിരുന്നു. ഇനി നമ്മൾ അടുത്ത് വരുമ്പോഴത്തേനും എല്ലാവരും ഇതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ അല്ലേ? ഇനി ഉടനെ ഹോളിഡേ ഒക്കെ പ്ലാൻ ചെയ്യണം. ഉടനെ അല്ല, ഇനി എന്താണ് എപ്പോഴാണെന്ന് വെച്ചാൽ ഇസു ഇവിടെതാ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്. ഇസു സ്റ്റിക്കർ ഒട്ടിക്കുകയാണോ ഇസു? സ്റ്റിക്കർ ഇസു പെയിനാണോ ഇവിടെ? അങ്ങനെ ഞങ്ങളിത് അബുദാബിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ത്രൂ ലണ്ടൻ, ത്രൂ ഹീത്രോ.
ഞങ്ങൾ ഒരു 7:10 ആയപ്പോഴാണ് ആക്ച്വലി അബുദാബിയിൽ ലാൻഡ് ചെയ്തത്. 8:10 ഞങ്ങളുടെ ഫ്ലൈറ്റ്. പിന്നെ പെട്ടെന്ന്, അതായത് സെക്യൂരിറ്റി ചെക്കിന് അടുത്ത ഗേറ്റിലോട്ടുള്ള ഓട്ടം, ഇതിനിടയിൽ ഒരു കാര്യം മിസ്സായതല്ല, അന്ന് നടക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസുവിന് മിൽക്ക് മേടിക്കണം എന്നുള്ള ഇതുണ്ടായിരുന്നു ഡ്യൂട്ടി ഫ്രീന്ന്. പക്ഷേ അത് വാങ്ങാൻ പറ്റിയില്ല. അത് വാങ്ങാൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് ഗേറ്റ് ക്ലോസ് ചെയ്താലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് റഷ് ചെയ്തു. കാരണം 1 hour ലേ ഓവറേ ഉള്ളൂ ടോട്ടൽ. 8:10 ഫ്ലൈറ്റ്. 6:55 ഒന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. 7:10 ഞങ്ങൾ പുറത്തിറങ്ങി. Good morning, ladies and gentlemen. My name is Karen and I'm the cabin manager on this flight to London. Etihad means unity in Arabic, and just like our name, our diverse crew is delighted to come together to welcome you on board today. For our Etihad guest members, welcome back. We hope you're settled in and comfortable. To avoid interference with the aircraft's navigational equipment, please. ഈസുവിന് കുറച്ച് നിർബന്ധമൊക്കെ ആയിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഇവിടെ TV ഒക്കെ കണ്ട്, മീൻസ് കാർട്ടൂണൊക്കെ കണ്ട് ഇവിടെ എൻജോയ് ആണ്. ഞാനിപ്പോൾ പോയി പാമ്പിയൊക്കെ ചേഞ്ച് ചെയ്തോ. ഇനി ഫുഡ് കഴിക്കുമെന്ന് അറിയില്ല. ഫുഡ് ഇപ്പം വരും, വന്നിട്ട് നോക്കണം ഫുഡ് കഴിക്കുക എന്നുള്ളത്. മിൽക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് മിൽക്ക് കൊടുത്തിട്ടില്ല, രാത്രി കുടിച്ചതാണ്. അപ്പോൾ യൂഷ്വലി അവൾ മിൽക്ക് കുടിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പിന്നെ ഒരു ബനാന എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾ ഇൻ കേസ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ബനാന എടുത്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. എനിവേ ഇനി ഒരു 6 hours 19 minutes കൂടെ ഉണ്ട് നമ്മളവിടെ എത്താൻ. ലണ്ടനിൽ 4 degree Celsius കാണിക്കുന്നത്. നമ്മൾ നല്ല ചൂടത്ത് നിന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. എനിവേ പാടുള്ള കാര്യം അവളെ ഇന്ത്യൻ ടൈം സോണിൽ നിന്ന് UK ടൈം സോണിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. നമുക്കൊരു 5.5 hour ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം മിസ്സു ഇന്ത്യൻ ടൈം സോണിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്ര ദിവസം പിടിക്കുമെന്നറിയില്ല. ജെറ്റ് ലാഗ് എത്രയും പെട്ടെന്ന് ഒരു 1-2 ദിവസത്തിനടുത്തെങ്കിലും മാറണം. നമ്മുടെ കാര്യം സെയിം ആണ്. ആ ഒരു 5.5 hours വരുന്നത് കൊണ്ട് 7 hours ഡ്യൂട്ടി, ഉറങ്ങുന്ന ടൈമിൽ ഞങ്ങൾ വർക്ക് ചെയ്യും. അങ്ങനെ മൊത്തത്തിലൊരു ഇതായിരിക്കും. അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ടായിരിക്കും. എന്തായാലും നോക്കാം. എന്ത് വിളിച്ചു നീ? ഇത് എന്താ വിളിച്ചേ? എന്നെ വിളിച്ച നീ എന്ത് പറഞ്ഞത് അവരോട്? ചിക്കൻ റൈസും തരാൻ പറ ചിക്കൻ റൈസ് എന്ന് പറ. The options we have chicken with rice, lamb with mashed potato, or vegetarian. Chicken with rice. Yeah, chicken. Sit. ഇപ്പോൾ തരും കേട്ടോ. ഇവിടെ സിറ്റ് ചെയ്താൽ അപ്പം തന്നെ. യെസ്, സീറ്റ്. ചിക്കൻ പെപ്പർ റൈസ് തരും. എന്നിട്ട് ഇത് ഫുള്ള് കഴിക്കണേ. ഓക്കെ പറ ഇപ്പോൾ വയ്ക്കും കേട്ടോ. Wow! Look at this, Isa. ഇപ്പം എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് നാളെ ഒരു ഓഫ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. പക്ഷേ നാളെ ഞാൻ വർക്കിംഗ് ആണ്. ഞാൻ മാത്രമല്ല, ഷാനുവും വർക്കിംഗ് ആണ്. പക്ഷേ ദ ഗുഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനേജർക്കറിയാം ഞാൻ ലാൻഡ് ചെയ്യുന്നത് ഇന്ന് ആഫ്റ്റർനൂൺ ആണെന്ന്. സോ പുള്ളി ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ട് നാളെ വർക്ക് ഫ്രം ഹോം എടുത്തോ, കുഴപ്പമില്ല എന്നുള്ളത്. സോ ദാറ്റ്സ് സോ ഗുഡ് ആക്ച്വലി. ഇപ്പം രാവിലെ, അതായത് ആ ഒരു ജെറ്റ് ലാഗിന് കുറച്ച് ടൈം കിട്ടും. പിന്നെ നമ്മൾ ഒരു ഇയറിൽ കിട്ടുന്ന നമ്മുടെ ലീവ്സ് നമ്മൾ ഭയങ്കര കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടല്ല എടുക്കുക. അതിനകത്ത് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഹോൾ ഹോളിഡേയ്സിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അന്നും ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന ദിവസം വർക്കിംഗ് ആയിരുന്നല്ലോ. പിന്നെ തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം വർക്കിംഗ് ആണ്. പിന്നെ ഫ്ലൈറ്റിൽ ഇസുവിൻ്റെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഹാൻഡ് ബാഗിൽ ഇവരുടെ ഫേസ് ക്രീം ഇതുപോലെ വെച്ചിരിക്കും. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക അവൾക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് ഫേസ് ഡ്രൈ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ലാൻഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അങ്ങനെ ആഫ്റ്റർ 7 hours and 55, ഓൾമോസ്റ്റ് 8 hours ഓഫ് ജേർണി ഫ്രം അബുദാബി ഞങ്ങളിത് ലാൻഡ് ചെയ്യാൻ പോകുന്നു. 5 degree ആണ് ഇപ്പോഴത്തെ വെതർ എന്ന് പറയുന്നുണ്ട്. മിസ് ഫ്രഷപ്പായി. So we
are back to London. It's really rainy here. എന്താണ് കുറേ നാളിന് ശേഷം തിരിച്ച് റിയാലിറ്റിയിലേക്ക് വന്നൊരു ഫീലുണ്ട് ശരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളത് റിയാലിറ്റിയൊക്കെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിനെയൊക്കെ പ്രാപ്തമാക്കി റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ടൈമില്ല അതിന്. ഇനിയും നമ്മളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് സെറ്റപ്പ് ചെയ്യാനുള്ള ടൈമില്ല. എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം. വിത്തിൻ അവേഴ്സ് വി ആർ ജോയിനിങ് ബാക്ക് ടു അവർ വർക്ക് ലൈഫ് ബാലൻസ്. Yeah, one cappuccino. What size, ma'am? Small is fine. Take away. And can I get some hot water this much? Hot water? Yeah, for the baby. That will be 430, please. Yeah. Yeah, that's fine. That's fine? Yeah. How much? No, that's fine. Thank you. It's hot now, ma'am? Yeah. And that's your order number, ma'am? Yeah. Sure. Thank you. I appreciate it. ഇസു ഇറങ്ങിയല്ലേ? ക്യാപ്പച്ചിനോ ഫോർ ഷാനു. ദാ ചൂടുവെള്ളം വാങ്ങി കേട്ടോ. മിൽക്ക് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്മിത്തിൽ മിൽക്ക് കിട്ടി. ഇസു ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് എയർപോർട്ടിലേക്ക് വന്നല്ലോ ട്രിവാൻഡ്രത്ത്. അപ്പോൾ കാറിലിരുന്ന് കുടിച്ച മിൽക്കാണ്. പിന്നെ കുടിച്ചിട്ടേ ഇല്ല. അപ്പോൾ കുറേ ടൈമായിട്ട് അവൾക്ക് മിൽക്ക് കുടിച്ചോളാൻ വയ്യ. അതായത് ഒരു കുറേ മണിക്കൂറായി. സാധാരണ മോർണിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എമർജൻസി ഘട്ടത്തിൽ നല്ല ബോയിൽഡ് വാട്ടർ വാങ്ങിയിട്ട് ഇത് പാസ്ചറൈസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ചെറുതായിട്ട് വോം ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഇസ് നല്ല മയങ്ങി കേട്ടോ. ഇസിന് പാല് കൊടുത്ത് നോക്കട്ടെ. ഇസു ഇസ വണ്ടി കയറിയിട്ട് കൊടുത്താൽ കൊടുക്കാം. ഇസു വണ്ടി കയറിയിട്ട് കൊടുത്താൽ മതിയോ? അതോ നല്ല ഉറക്കം. ഇപ്പോൾ കൊടുക്കണം, നീ വണ്ടി കയറിയിട്ട് കൊടുക്കാം. ആണോ? ഷാനു ഫാരിസ് എത്തി കേട്ടോ. ഫാരിസ് വാഷ്റൂമിലോട്ട് പോയി. കറക്റ്റ് ഞാൻ മിൽക്ക് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫാരിസ് എത്തി. അപ്പോൾ കാറിൽ കയറിയിട്ട് കൊടുക്കാതെ ഷാനു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാറിൽ കയറിയിട്ട് കൊടുക്കാം. അങ്ങനെ ഫാരിസ് വന്നു. നമ്മളിതാ നേരെ വീട്ടിലോട്ട് പോന്നു. ഇസു നല്ല ഉറക്കം കേട്ടാ. നീ വിട്ടു. ഐസ് को देखती കൊച്ചു വരുന്നു. ഐസ് വിളി നീ. ഷാൻ ഇങ്ങോട്ട് ഹലോ ഹലോ വെൽക്കം ബാക്ക്. ഹായ് വണ്ടി എടുത്തിട്ട് വരാം. ഹലോ. She's half asleep. സോറി. മൈക്കിരിക്കുന്നു ഇതിനകത്ത് മൈക്കിരിക്കുന്ന എവളെ മൈക്കിരിക്കുന്ന कहाँ जा रही हो रेडी होके? कहाँ जा रही है रेडी होके? कौन? വീട്ടിലെത്തിയ പാടെ ഷാനു ഇതാ ഇവിടെ ഷീറ്റിൻ്റെ അടിയിലായിട്ടുണ്ട്. തലവേദനയാടാ. തടുപ്പും തലവേദന. ഷാനിന് നല്ല തലവേദന, മൈഗ്രീനാന്ന് തോന്നുന്നു. എന്തായാലും എത്തി. ഞങ്ങളിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ. ഇത് എന്താണ് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും ലോങ് ട്രാവലിംഗ് ജേർണി ആയിരുന്നല്ലോ.
പിന്നെ വന്നിട്ടുള്ള ഇതും വീടൊക്കെ ആച്ചു റൂമൊക്കെ ക്ലീനാക്കി ആച്ചുമ്മയും കൂടെ ക്ലീനാക്കി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് അത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. അല്ലെങ്കിൽ വന്നിട്ട് സാധാരണ അല്ലാതെ നിൽക്കുവാണെങ്കിൽ പാടല്ലേ. സോ എനിവേ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്ത്യ ടു ലണ്ടൻ ഫ്ലൈ ബാക്ക് ജേർണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ചുമ്മായും. അപ്പോൾ ഇനി അത് പോയിട്ട് കഴിക്കട്ടെ. ഹിസുവിന് ചെറിയ ജെറ്റ് ലാഗിൻ്റെ നിർബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് കുളിച്ച് കഴിയുമ്പോൾ സെറ്റ് ആവുമായിരിക്കും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.